ഇപ്പം ജനിക്കപ്പെടുന്ന മക്കൾക്ക് മക്കൾ പാപഫലമല്ല. ആണോ? അല്ല. ഒന്നുകൂടെ ചിന്തിക്കണം. മക്കൾ എന്തല്ല? പാപഫലം. ഇന്ന് ക്രൈസ്തവ സമൂഹം കടന്നു പോകുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയുണ്ട്. പലരും അതിനെ അഡ്രസ്സ് ചെയ്യാറില്ല. പക്ഷേ അത് ഭയങ്കര ഒരു വെല്ലുവിളിയാണ്. ഒന്നാമത്തെ കാര്യം, ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹത്തെ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇതര മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ക്രൈസ്തവരുടെ ഇടയിലുള്ള ഒരു ട്രെൻഡാണ്. അതിൻ്റെ ട്രെൻഡിൻ്റെ പേരാണ് കല്യാണം വേണ്ട എന്നുള്ളൊരു ട്രെൻഡ്. ഇപ്പോഴത്തെ ഒരു മോഡേൺ ജനറേഷനിലെ നമ്മൾ എന്നോ സന്തോഷമാണെന്നറിയാം. ചിലരൊക്കെ കൊച്ചെന്തിന് സമ്മതിച്ചു, കല്യാണത്തിന് സമ്മതിച്ചു. കാരണം പലർക്കും കല്യാണമേ വേണ്ട. ഇനി കല്യാണം വേണ്ടെന്ന് പറയുന്നവർ ലേറ്റായിട്ട് കല്യാണം കഴിക്കും. ലേറ്റായിട്ട് കല്യാണം കഴിച്ചാൽ എന്തുണ്ടാകാൻ കുഴപ്പമാണ്? മക്കളുണ്ടാകാൻ കഴിക്കാം. തെളിവ് സംഗീതനം 127. വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. അപ്പോൾ യൗവനത്തിൽ കല്യാണം കഴിച്ചില്ലെങ്കിൽ വാർദ്ധക്യത്തിലാണോ മക്കളുണ്ടാകണ്ടേ? അപ്പം നോക്കണം, മക്കൾ ജനിക്കണമെങ്കിൽ എന്ത് നടക്കണം? വിവാഹം നടക്കണം. വിവാഹം നടന്നാലും ഒത്തിരി കുഞ്ഞുങ്ങൾക്ക് മക്കൾ വേണ്ടെന്ന് പറയുന്നവരുണ്ട്. ഇന്ന് ഭയങ്കര ട്രെൻഡാണത്. ഡിങ്കെന്നൊക്കെ പറഞ്ഞ ട്രെൻഡ് ഇപ്പം നാട്ടിൽ പോലും ഞാൻ ഒത്തിരി പിള്ളേരെ അഡ്രസ്സ് ചെയ്യേണ്ടി വന്നു. കല്യാണം കഴിക്കാം, പക്ഷേ വിത്ത് കണ്ടീഷൻ, കൊച്ചുങ്ങൾ വേണമെന്ന് പറയരുത്. ഇനി പറഞ്ഞാലും ഒന്നിൽ കൂടുതൽ വേണമെന്ന് നിർബന്ധിക്കരുത്. അങ്ങനെയുള്ള ചെറുക്കനെ കണ്ടുപിടിക്കണം. പക്ഷേ അവിടെ എല്ലാം പ്രശ്നമുണ്ട്. എന്താ കാര്യം ചോദിച്ചാൽ, വേദോസം പറയുന്നത് മകനെന്നാണോ മക്കളെന്നാണോ? മക്കൾ ആര് തരുന്ന ദാനമാണ്? ദൈവം തരുന്ന ദാനം. പക്ഷേ ഇന്നത്തെ ഒരു ട്രെൻഡ്, ആഗോളവ്യാപകമായ ട്രെൻഡ്, മക്കൾ വേണ്ട, രണ്ടു പേർക്കും നല്ല ശമ്പളം, അടിച്ചു പൊളിക്കുക, വീക്കെൻഡും പിന്നെ വെക്കേഷനുമെല്ലാം പാരീസിൽ, ഊട്ടിയിൽ, കൊടൈക്കനാൽ പോവുക, ലോകം കാണുക, ഇങ്ങനെ കാണുക, അതെല്ലാം ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുക, പിന്നെ ഇങ്ങനെ അങ്ങ് കറങ്ങുക. ഞങ്ങളുടെ റാന്നി മൂന്നാറിന് പോകുന്ന വഴിയാണ്. ഞാൻ ഈ രാത്രി പ്രാർത്ഥിക്കാൻ ഞാൻ അന്തം വിട്ടിട്ടുണ്ട്. കൊച്ചു പെൺപിള്ളേർ ബുള്ളറ്റിലാണ് പോകുന്നേ. അതിൻ്റെ പേര് സോളോ ട്രിപ്പാണ്. പോവുക മൂന്നാറൊക്കെ കയറി. ഇതിൻ്റെ വല്ല വണ്ടി ഇടിച്ചാൽ എന്തോ ചെയ്യും? ഒറ്റയ്ക്കിൻ്റെ ടയർ പഞ്ചറായ എന്തോ ചെയ്യും? അങ്ങ് പോവുക. ഒരാൾ പറഞ്ഞ് ഇപ്പോൾ അതങ്ങ് ട്രെൻഡാകുക. അപ്പോൾ ട്രിപ്പാണോ ജീവിതം? അല്ല. പക്ഷേ ട്രിപ്പ് മതിയും ജീവിതം എന്ന് പറയുന്നൊരു കൺസെപ്റ്റ്. ഇതെല്ലാം കൂടെ വരുമ്പോൾ മക്കളില്ലാതെ വരുന്നു. അപ്പോൾ ഒരു കുഞ്ഞ് എന്നോട് പറഞ്ഞ്, എനിക്ക് കല്യാണം കഴിച്ചാൽ ഒന്നേ മതി, അങ്ങനെയുള്ളവനെ തരണം. ഞാൻ ചോദിച്ചു, നീ എത്രാമത്തെയാണ്? ഞാൻ മൂന്നാമത്തെയാണ്. നിൻ്റെ അമ്മ പറഞ്ഞു ഒന്ന് മതിയെന്ന് പറഞ്ഞായിരുന്നേ നീ കാണുമായിരുന്നോ? ഇല്ല. രണ്ടാമത്തെ മക്കളൊന്ന് കൈപൊക്കിക്കേ. രണ്ടാമത്തെ മക്കളായിട്ട് ജനിച്ചവരൊന്ന് കൈപൊക്കിക്കേ. ദൈവം അനുഗ്രഹിക്കട്ടെ. താത്തിട്ടു. മൂന്നാമത്തെ മക്കളായി ജനിച്ചവർ ദൈവം അനുഗ്രഹിക്കട്ടെ. നാലാമത്തെ മക്കളായി ജനിച്ചവർ 1, 2. അഞ്ചാമത്തെ മക്കളായി ജനിച്ചവർ ഇല്ല. സിംഗപ്പൂരി 5, പാസ്റ്റർ 5, അഞ്ചാമത്തെ, ആറാമത്തെ ഉണ്ട്. കാണാം എല്ലാവരും. ആറാമത്തെ 3, ഏഴാമത്തെ ഉണ്ടോ? ഉണ്ട്. കണ്ടോ? ഏഴാമത്തെ, എട്ടാമത്തെ, 9ാമത്തെ ഇല്ല. ഞാൻ കേരളത്തിൽ 14 വരെ കണ്ടു. 14 വരെ കണ്ടു. അപ്പോൾ അവരെയൊക്കെ ഞാൻ കണ്ടപ്പോൾ സ്തോത്രം ചെയ്തു. അവരെ അല്ല ഓർത്തല്ല, അവരുടെ ഫാദറിനെ, അമ്മയോർത്ത്, അവരുടെ അമ്മയോർത്ത് സ്തോത്രം ചെയ്തു. സ്തോത്രം ചെയ്യണ്ടേ? കാരണം 14 മക്കളെയൊക്കെ ദൈവം ഈ ഭൂമിക്ക് കൊടുത്തില്ലേ? അവരെന്ത് കഷ്ടപ്പെട്ട് കാണും, എന്ത് വേദന അനുഭവിച്ച് കാണും. ഞാൻ എൻ്റെ വിഷയം വിട്ടു. കാരണം ഇതെന്നോട് പറയണമെന്ന് ദൈവാത്മാവ് എനിക്ക് തന്ന ഒരു ദൂതായതുകൊണ്ടാണ്. അതുകൊണ്ട് ആരെ സ്വീകരിക്കാൻ ക്രൈസ്തവർ തയ്യാറാകണം? മക്കളെ സ്വീകരിക്കാൻ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഒരു കുഞ്ഞ് ജനിച്ചു. ഒത്തിരി പാടായി മക്കളെ വളർത്താൻ, അല്ലേ? ജനിക്കാനും വളർത്താനും ഒക്കെ വലിയ പാടാണ്. പക്ഷെ ജനിച്ച ഒരു കുഞ്ഞ് അങ്ങ് 1 മാസം കഴിഞ്ഞപ്പം മരിച്ചുപോയി. ദുഃഖകരമാണ്. പക്ഷെ മരിച്ച കുഞ്ഞ് 1 മാസം കഴിഞ്ഞ് പോയ മരിച്ച കുഞ്ഞ് സ്വർഗത്തിൽ കാണുമോ ഇല്ലയോ? കാണും. വിശ്വസിക്കുന്നവരൊന്ന് സ്തോത്രം ചെയ്തേ. കുഞ്ഞ് സ്വർഗത്തിൽ കാണുമോ? സംശയിക്കേണ്ട. കുഞ്ഞെവിടെ കാണും? സ്വർഗത്തിൽ കാണും. കാരണം സ്വർഗരാജ്യം ആരുടേതാ? നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലാകണം. നമ്മളിവിടെ വലിയ കാര്യമാണ് പറയുന്നത്. ഇവിടെ കുഞ്ഞുങ്ങളുടെ കാര്യം പറയുമ്പം താണ്ടിരിക്കുന്നു. നിഷ്കളങ്കരായ മക്കൾ. അവരിതൊന്നും അറിയുന്നേ ഇല്ല. ദേ ആർ നോട്ട് ഇൻ ദിസ് വേൾഡ്. അവരുടെ കുറ്റമല്ല. അവരാരാ? കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ തിരിഞ്ഞ് ആരെപ്പോലെ ആകണം? ശിശുക്കളെ പോലെ ആകണം. പക്ഷേ ജനിക്കാതെ പോകുന്നൊരു കുഞ്ഞ് സ്വർഗത്തിൽ പോകുമോ? ഒരു കുഞ്ഞ് ജനിച്ചില്ല, നമ്മൾ പറഞ്ഞ് മക്കൾ വേണ്ടാന്ന്, ആ കുഞ്ഞ് സ്വർഗത്തിൽ കാണുമോ?
ഇല്ല. അപ്പോൾ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭൂമിയിലേക്കൊരു കുഞ്ഞിന് വരികയല്ല, നിത്യതയ്ക്ക് ഒരു അവകാശം ഉണ്ടാക്കുക. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഒരമ്മ ചെയ്യുന്ന പുണ്യം ആ കുഞ്ഞിനെ എവിടേക്ക് കൊടുക്കുക? സ്വർഗത്തിലേക്ക് കൊടുക്കുക. ആ കൺസെപ്റ്റ് മനസ്സിലാകുന്നവർ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ. കുഞ്ഞ് ചിലപ്പം ബുദ്ധിമുട്ടുള്ള കുഞ്ഞായിരിക്കാം, അംഗവൈകല്യം കാണാം, വലിയ മിടുക്കരോ IAS IPS ഒന്നും ആയിരിക്കത്തില്ല. പക്ഷേ സ്വർഗത്തിലെത്തിക്കാൻ ഒത്തിയോ രക്ഷപ്പെട്ടു. നമ്മുടെ ജോലി അതൊക്കെ ഉള്ളൂ. എവിടെ എത്തണം? സ്വർഗത്തിലെത്തണം. കർത്താവിനെ സ്തുതിച്ചേ. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ ചർച്ചിൽ ജോഷുവ എന്ന് പറഞ്ഞൊരു കുഞ്ഞ് വന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അവന് ഷേപ്പില്ല, രൂപമില്ലായിരുന്നു. അത്ഭുതകരമായ ഒരു ഓപ്പറേഷൻ നടന്നു. അമേരിക്കയിൽ കൊണ്ടുപോയി അവനൊരു ഷേപ്പ് കിട്ടി. പക്ഷേ അവന് സംസാരിക്കാൻ പാടാ. എൻ്റെ പൊന്നെ, ആ കൊച്ചൻ പാടുന്നൊരു പാട്ട്, എനിക്കൊരു ഉത്തമ ഗീതം. അത് സദസ്സ് മുഴുവൻ കരഞ്ഞു. അവൻ്റെ ശബ്ദം കൊണ്ടല്ല, ശബ്ദത്തിനകത്തൊരു മാധുര്യം, ഒരു അഭിഷേകമുണ്ട്. പക്ഷേ അവന് ഷേപ്പില്ലാത്ത ജനിച്ച് അവന് അംഗവൈകല്യങ്ങളുള്ള കുഞ്ഞ, ഫുള്ളി MR ആയിട്ടുള്ളൊരു കുഞ്ഞ. പക്ഷേ അവൻ പാടുന്ന പാട്ടിനകത്ത് ദൈവത്തിൻ്റെ ഒരു കൃപ വ്യാപരിക്കുക. ആ കുഞ്ഞ് എവിടെ ചെല്ലും? സ്വർഗത്തിൽ ചെല്ലും. മനസ്സിലാകുന്നുണ്ടോ? അപ്പം സ്വർഗത്തിന് വേണ്ടി ഭൂമിക്ക്, സമൂഹത്തിന് അല്ല, ദൈവരാജ്യത്തിന് സമ്മാനിക്കാനൊക്കുന്ന ഏറ്റവും വലിയ സമ്മാനങ്ങളാണ് മക്കളെന്നുള്ള തിരിച്ചറിവ്. ഇത് ക്രൈസ്തവരറിയണം. അറിഞ്ഞേ ഒക്കത്തുള്ളൂ. വിശ്വാസ സമൂഹം അറിയണം. ഇല്ലെങ്കിൽ അധികം താമസിയാതെ ഈ സമൂഹം ഇല്ലാതാകും. കാരണം മക്കൾ വേണ്ടെന്ന് പറയുന്നു. മക്കൾ ജനിച്ച പലരും വിവാഹം കഴിക്കുന്നില്ല. വിവാഹം കഴിക്കാതെ തന്നെ പല മതങ്ങളിലേക്ക് വഴുതിപ്പോകുന്നു. കേരളത്തിൻ്റെയൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. മറ്റുള്ളിടത്ത് എനിക്ക് അത്രയും അറിയില്ല. ഞാനതിൻ്റെ അകത്ത് നിൽക്കുന്നുണ്ടറിയാം. പ്രണയ മതക്കുരുക്കുകളിലൊക്കെ പെട്ട് പോവുകയാണ്. അവരുടെ ഡ്രസ്സ് മാറുന്നു, ഭാഷ മാറുന്നു, രൂപം മാറുന്നു, പേര് മാറുന്നു. എൻ്റെ പൊന്നെ, അങ്ങനെ പോകുമ്പോൾ വാട്ട് വിൽ ബി നെക്സ്റ്റ്? ഇവിടെയാണ് ക്രൈസ്തവ കുടുംബങ്ങൾ അറിയേണ്ടത്. മക്കൾ ആര് തരുന്ന ദാനമാണ്? ദൈവം തരുന്ന ദാനം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കുഞ്ഞുങ്ങൾ എന്തല്ല പാപഫലം അല്ല. പക്ഷെ കുഞ്ഞുങ്ങൾ ആരുടെ ദാനമാണ്? ദൈവത്തിൻ്റെ ദാനം. പക്ഷേ ഈ മക്കൾക്കൊരു പ്രശ്നമുണ്ട്. മക്കൾക്ക് എന്ത് സ്വഭാവം ഉണ്ടാകും? പാപ സ്വഭാവം. എന്താ പാപം എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് കാര്യങ്ങളാണ്. സിൻ ഓഫ് ഒമീഷൻ ആൻഡ് സിൻ ഓഫ് കമ്മീഷൻ. ചെയ്യരുതാത്തത് ചെയ്യും, ചെയ്യേണ്ടത് ചെയ്യാതിരിക്കും. രണ്ടും പാപമാണ്. ചെയ്യരുതാത്തത് സിൻ ഓഫ് ഒമീഷൻസ് മാത്രമല്ല, സിൻ ഓഫ് കമ്മീഷൻ, രണ്ടും പാപമാണ്. ചെയ്യേണ്ടത് ചെയ്യത്തില്ല, ചെയ്യരുതാത്തത് ചെയ്യും. ഞാനൊരു സുവിശേഷകൻ. വേദോസം പറയുന്നു, എൻ്റെ വേല ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. കർത്താവിൻ്റെ വേല ഞാൻ ഉദാസീനതയോടെ ഉഴപ്പി ചെയ്ത ഞാൻ ആരാകും? ശപിക്കപ്പെട്ടവനാകും. അപ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം, കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നു, ഈ പാപ സ്വഭാവം മക്കൾക്കുണ്ടായി. ഇനി എന്താ വഴി? രക്ഷിക്കണ്ടേ? പാപം ചെയ്യാതിരിക്കണം. അതാണ് റോമാലേഖനം 5-ാം അധ്യായം. റോമാലേഖനം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 5-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ ആ ഒരു ഭാഗം കണ്ടത്. പക്ഷേ 5-ാം അധ്യായത്തിൻ്റെ മുമ്പോട്ടുള്ള ഭാഷയിൽ നമ്മൾ കാണുന്നുണ്ട്, പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിനുണ്ടായിരുന്നു. 14-ാം വാക്യം, എങ്കിലും വരുവാനുള്ളവൻ്റെ പ്രതിരൂപമായ ആദാമിൻ്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദം മുതൽ മോശ വരെ വാണിരുന്നു. പാപം ചെയ്യാത്തവരിലും മരണം ആദം മുതൽ മോശം വരെ. അപ്പം വരുവാനുള്ളവൻ്റെ പ്രതിരൂപമായിരുന്നു ആദമെന്ന് കാണുകയാണ്, അല്ലേ? ആദം വരുവാനുള്ളവൻ്റെ പ്രതിരൂപമായിരുന്നു. ആരാണ് വരുവാനുള്ളവൻ? യേശുവാണ്. യേശു കർത്താവിനെ പോലെ മനുഷ്യനെ ദൈവത്തിൻ്റെ ആ സാദൃശ്യത്തെ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ആ വരുവാനുള്ളവൻ്റെ ഇമേജ് ഉണ്ടായിരുന്ന പ്രതിരൂപമായിരുന്ന ആദം പാപം ചെയ്യുക വഴി പാപം ചെയ്യാത്തവരിലും മരണം ആദം മുതൽ എന്ന് വരെ വാണു, മോശ വരെ വാണു. അപ്പം മോശയുടെ ഒരു കാലഘട്ടം പറയുകയാണ്, മോസസ് ടൈം. മോശയുടെ സമയത്താണ് ദൈവം മനുഷ്യന് എന്ത് കൊടുത്തു? നിയമം കൊടുത്തു, അല്ലേ? ഗോഡ് ഗേവ് ദം ലോ ത്രൂ മോസസ്. മോശയിലൂടെയാണ് അത് കൊടുക്കുക. മോശയിലൂടെ ദൈവം ഭൂമിക്ക് എന്ത് കൊടുത്തു? നിയമം കൊടുത്തു, ന്യായപ്രമാണം കൊടുത്തു. നിയമം, ന്യായപ്രമാണം, അതിൻ്റെ ഒത്തിരി നൂലാമല സിമ്പിളായിട്ട് നമുക്കൊന്ന് ചിന്തിക്കാം. ദൈവം മനുഷ്യന് നിയമം കൊടുത്തു. ദൈവത്തിൻ്റെ നിയമം എന്താ? 10 കൽപ്പനകൾ കാണുന്നുണ്ട്. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്, അല്ലേ? നിൻ്റെ അപ്പനെ അമ്മയെ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. നിഷ്കർഷകളാണ്. പിന്നെ അതിൻ്റെ ഉപകൽപ്പനകൾ കാണുന്നുണ്ട്, അതിൻ്റെ സബ് കമാൻഡ്മെൻറ്റ്സ് കാണുന്നുണ്ട്. അങ്ങനെ ദൈവം നിയമം കൊടുത്തു. നിയമം കൊടുത്തതിൻ്റെ ഉദ്ദേശം എന്താ?
നിയമം കൊടുത്തതിൻ്റെ ഉദ്ദേശം നിയമം ഒരിക്കലും എന്ത് ചെയ്യരുത്, ലംഘിക്കരുത്. നിയമം ലംഘിച്ചാൽ എന്ത് കിട്ടും? ശിക്ഷ കിട്ടും അല്ലേ? നിയമം ലംഘിച്ചാൽ എന്ത് കിട്ടും? ട്രസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ് എന്ന് ചിലടത്ത് എഴുതി വെക്കും. അതിക്രമിച്ച് കയറിയാൽ എന്തോ കിട്ടും? ശിക്ഷ കിട്ടും. നമ്മൾ പല കാര്യങ്ങളും ചെയ്യാത്തത് എന്ത് പേടിച്ചാ? ശിക്ഷയാണ്. വൺ വേ തെറ്റിക്കല്ലേ, ഓവർ സ്പീഡ്, ഓവർടേക്കിംഗ് അനുവദിക്കാത്തിടത്ത് റോഡ് നിയമങ്ങൾ പാലിക്കണം. എന്തിനാ? നിയമം ലംഘിച്ചാൽ എന്ത് കിട്ടും? ശിക്ഷ കിട്ടും. നിയമം വെച്ചത് എന്തിനാ? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ലോ? വാട്ട് ഈസ് ദ പർപ്പസ് ഓർ സോൾ ഓഫ് ദ ലോ? നിയമത്തിൻ്റെ പർപ്പസ് എന്താ? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ ലോ? പറഞ്ഞേ മക്കളെ. പർപ്പസ് ഓഫ് ദ ലോ ഈസ് ടു പണിഷ് us ഓർ ടു സേവ് us? ടു സേവ് us. റോഡ് നിയമങ്ങൾ നമ്മളെ പണിഷ് ചെയ്യാനാണോ, നമ്മളെ രക്ഷിക്കാനാണോ? രക്ഷിക്കാനാണ്. പക്ഷേ രക്ഷാകാരണമായ നിയമം അനുസരിച്ചില്ലെങ്കിൽ എന്തിന് കാരണമാകും? ശിക്ഷയ്ക്ക് കാരണമാകും. ആകുമോ? ആകും. ഇപ്പോൾ ലോകമെമ്പാടുമുള്ള നിയമം കേരളത്തിലും ശക്തമായി. ഇപ്പം ഭയങ്കര ശക്തമാണ്. AI ക്യാമറ എല്ലാം വെച്ചു. പേടിയാ. എന്തിടണം? സീറ്റ് ബെൽറ്റ് ഇടണം. പിന്നെന്തോ വെക്കണം? ബൈക്കിൽ പോയാൽ ഹെൽമെറ്റ് വെക്കണം. എന്തിനാ ബൈക്കിൽ പോകുമ്പോൾ ഹെൽമെറ്റ് വെക്കുന്നേ? ബൈക്കിൽ പോകുമ്പോൾ എന്തിനാ ഹെൽമെറ്റ് വെക്കുന്നേ? എന്തോ പാടാ ഇത് വെക്കാൻ. എന്തിനാ വെക്കുന്നേ? നമ്മൾ ആക്സിഡൻ്റ് ഉണ്ടായാൽ എന്തിന് കേട് വരരുത്? തലയ്ക്ക് കേട് വരരുത്. കാരണം നമ്മുടെ എല്ലാം നിയന്ത്രിക്കുന്ന എന്താ? തലയാണ് അല്ലേ? തലയാണ്. അതുകൊണ്ടാണ് ബസ്സിൽ എഴുതി വെച്ചിട്ടുണ്ട്, കൈയും തലയും പുറത്തിടരുത്. മല്ലപ്പള്ളിയില്ല, അച്ഛനും പള്ളിക്ക് രാവിലെ യോഗത്തിന് പോകുമ്പോൾ, ശുശ്രൂഷയ്ക്ക് പോകുമ്പം ബസ് സ്റ്റാൻഡ് നിർത്തിയപ്പോൾ ഒരാൾ കൈ നീട്ടി, ഭിക്ഷക്കാരൻ വല്ലതും തരാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു തരണമെന്നുണ്ട്, നിയമം പാലിക്കണം. കൈയും തലയും എന്ത് ചെയ്യരുത്? പുറത്തിടാൻ പാടില്ല. കൈയും തലയും പുറത്തിടരുത്. അതുകൊണ്ട് ഞാൻ ഹെൽപ്ലെസ് എന്ന് പറഞ്ഞു എന്ന് കേട്ടിട്ടുണ്ട്. പോട്ടെ. നിയമം ലംഘിച്ചാൽ എന്ത് കിട്ടും? ശിക്ഷ കിട്ടും. കിട്ടത്തില്ലേ? കിട്ടും. അതുകൊണ്ടാണ് നിയമം കൊടുത്തു. നിയമം തെറ്റാണോ? നിയമം തെറ്റാണോ? അല്ല. നിയമം നന്മയ്ക്കാണോ? ആണ്. പക്ഷെ ലംഘിച്ചാൽ എന്ത് കിട്ടും? ശിക്ഷ കിട്ടും. നമുക്കൊരു പ്രശ്നമുണ്ട്. നമ്മുടെ അകത്ത് എന്തോ കിടക്കുക? പാപം. ചെയ്യരുതെന്ന് പറഞ്ഞാൽ എന്തോ ചെയ്യും. ചില കൊച്ചുങ്ങളുണ്ട്, ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകും. അതുകൊണ്ട് ഇങ്ങോട്ട് വരണേ എന്തോ പറയണം? ഇങ്ങോട്ട് വരണമെങ്കിൽ എങ്ങോട്ട് പോകാൻ പറയണം? അങ്ങോട്ട് പോടാന്ന് പറഞ്ഞാൽ എങ്ങോട്ടേ വരത്തുള്ളൂ? ഇങ്ങോട്ടേ വരത്തുള്ളൂ. കേട്ടിട്ടുണ്ട്. തമാശക്കൊക്കെ ആണെങ്കിലും ഇതെല്ലാം സത്യമാണ്. അപ്പം നിയമം ലംഘിക്കാനുള്ളൊരു ത്വര നമുക്കുണ്ട്. ഉണ്ടോ? ഉണ്ട്. എന്തിനാ നിയമം? നമ്മളെ രക്ഷിക്കാനാണ്. ദൈവം ഒത്തിരി നിയമം വെച്ചിട്ടുണ്ട്. സിമ്പിൾ നിയമങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. പ്രകൃതിക്ക് പറഞ്ഞു, മുഖത്തെ വേർപ്പോടെ നീ എന്ത് കഴിക്കാവൂ? ആഹാരം കഴിക്കാവൂ. അർത്ഥം കഴിക്കണമെങ്കിൽ, ബ്രെഡ് ഫോർ ലേബർ എന്നാണ് ഗാന്ധിജി പറഞ്ഞു. കഴിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മുഖത്തെ വേർപ്പോടെ നീ എന്ത് കഴിക്കണം? ഉപജീവനം കഴിക്കണം. കഴിക്കണേ എന്ത് ചെയ്തിരിക്കണം? വേർത്തിരിക്കണം. വേർക്കാത്തവൻ എന്ത് ചെയ്യരുത്? കഴിക്കരുത്. അതതിൻ്റെ സിമ്പിൾ കാര്യം. വേർത്തില്ല എന്ത് ചെയ്യരുത്? വേർത്തിട്ട മനുഷ്യൻ കഴിച്ചേ ആണോ? രാവിലെ എഴുന്നേറ്റു. തനിനാട് നമ്മളൊരു ഇങ്ങോട്ടൊക്കെ വന്നവരല്ലേ? രാവിലെ എഴുന്നേൽക്കുന്ന അമ്മ ചാരം വാരി അടുപ്പിൽ എന്തോ വെച്ചു? കാപ്പിക്ക് വെള്ളം വെച്ചു. എന്നിട്ട് ചൂലും എടുത്തുകൊണ്ട് എങ്ങോട്ടിറങ്ങി? മുറ്റത്തിറങ്ങി. നല്ല അമ്മച്ചിമാരും അമ്മായിമ്മമാരുണ്ടെങ്കിൽ മരുമോൾക്ക് കൊടുക്കുന്ന ചൂലിൻ്റെ നീളം കുറവായിരിക്കും. അത് സ്നേഹം കൊണ്ടാണെന്നില്ലെന്ന് തോന്നും. സ്നേഹം കൊണ്ടാണ്. കുനിഞ്ഞ് തൂത്താൽ ഒരിക്കലും എന്ത് ചാടത്തില്ല. അതിനാണ് അവൾ നാട്ടിൻപുറത്തെ വിറ്റിട്ട് ഫ്ലാറ്റിൽ പോയത്. എന്തോ തൂക്കണ്ട? മിറ്റം തൂക്കാതിരിക്കാൻ. ഇവിടുത്തെ കാര്യമല്ല. റാന്നിക്കാരത്തി എറണാകുളത്ത് പോയി ഫ്ലാറ്റിൽ താമസിക്കുന്ന എന്ത് തൂക്കാതിരിക്കാനാ? മറ്റേ അപ്പുറത്തെ ഇപ്പുറത്തെ മാവും റബ്ബറിൻ്റെ കാറ്റൂടെ പോകുന്ന സമയമായ മിറ്റം 2-3 പ്രാവശ്യം എന്ത് ചെയ്യണം? തൂക്കണം. ഇല്ലേ കാട് പിടിച്ച് കിടക്കും. ശരിയല്ലേ? അപ്പം രാവിലെ തൂത്ത് കഴിയുമ്പോഴത്തേന് എന്തോ ചെയ്തു? വേർത്തു. അപ്പം പിന്നെ കഴിക്കാറായി. വേർത്തിട്ടാണ് എന്ത് ചെയ്തേ? കഴിച്ചു. കുഴപ്പം വല്ലതും ഉണ്ടായിരുന്നോ? ഇല്ല. ഇപ്പോഴെല്ലാവരും ചെയ്യുന്ന എന്നാണെന്നറിയാം? ലെസ് കാർബോ മോർ പ്രോട്ടീൻ. കിഡ്നി അടിച്ച് പോവും. ഉള്ള പ്രോട്ടീൻ മാത്രം കഴിച്ച്. ലെസ് കാർബോ. പക്ഷേ അച്ചായന്മാർ നാഴി അരിയുടെ 1 കിലോ അരിയുടെ ചോറിനും 2 കിലോ കപ്പയും തിന്നും. കുഴപ്പമുണ്ടായിരുന്നോ? ഇല്ല. എന്ത് ചെയ്തിട്ടാ? വേർത്തിട്ട. നമ്മളോ വേർക്കാതെ കഴിച്ചു. ശിക്ഷ കിട്ടി. എന്തൊക്കെ ശിക്ഷ കിട്ടി? പറഞ്ഞോ? ശിക്ഷയാ. പ്രഷറ്, ഷുഗറ്, കൊളസ്ട്രോള്, ഇനി എന്തോ ഉണ്ടോ? ട്രൈഗ്ലിസൈഡ്, LDL, മേളിൽ എത്ര. അപ്പം
ഈ ശിക്ഷ കിട്ടാൻ കാര്യം എന്ത് ലംഘിച്ചതാ? പ്രകൃതിയുടെ ഒരു നിയമം ലംഘിച്ചു. വേഗത്തെ വേർപ്പോട് എന്ത് ചെയ്യണം? കഴിക്കണം. അപ്പോൾ എന്താ ഡോക്ടർ എടുത്ത് ചെന്നു. ഡോക്ടർ എന്താ പറഞ്ഞു? മെറ്റ്ഫോമിൻ 500 രാവിലെയും വൈകിട്ട് ഓരോന്ന് തുടങ്ങി നോക്കാം. തീരത്തില്ല, കൂട്ടാതിരിക്കണമെങ്കിൽ രാവിലെ 45 മിനിറ്റ് എന്ത് ചെയ്യണം? കൈ വീശി നടക്കണം. നടക്കാൻ ഇവിടെയൊക്കെ എന്താണ്ട് ഫുട്പാത്തൊക്കെ ഉണ്ട്. അതില്ലാത്ത റാന്നി കൂടെ നടന്നാൽ വണ്ടി ഇടിച്ച് കത്തു. അപ്പം നമ്മൾ ചിന്തിക്കും, നടന്നില്ലെങ്കിൽ ഒരു 60 വയസ്സ് വരെ വണ്ടി ഓടും. നടന്നാൽ 40 നടന്നവനെ വണ്ടി ഇടിച്ചപ്പോൾ എനിക്ക് സങ്കടമായിപ്പോയി. കാരണം അവൻ 40 നടന്ന് എന്ന് ജീവിക്കാനാ, 60 ജീവിക്കാനാ. അവൻ നടന്നില്ലായിരുന്നെങ്കിൽ രക്ഷപ്പെടത്തില്ല. എന്നാലും വേർക്കാതെ കഴിച്ചപ്പോൾ എന്തോ കിട്ടി? ശിക്ഷ കിട്ടി. ശിക്ഷ കിട്ടിയോ? കിട്ടി. കുടിച്ചാൽ കരൾ പോവും. ശിക്ഷയാണോ? എന്തുകൊണ്ടാണ് കരൾ പോകുമെന്ന് പറഞ്ഞ്, നിൻ്റെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഈ മന്ദിരത്തെ നശിപ്പിച്ചാൽ എന്തോ കിട്ടും? ശിക്ഷ കിട്ടും. അപ്പോൾ ഏത് തെറ്റിനും എന്തോ ഉണ്ട്? ശിക്ഷയുണ്ട്. ശിക്ഷ കിട്ടുമെന്നറിഞ്ഞിട്ടും മനുഷ്യൻ എന്ത് ചെയ്തു? തെറ്റ് ചെയ്യാൻ തുടങ്ങി. എന്തുകൊണ്ടാണെന്നറിയാമോ? മനുഷ്യൻ്റെ അകത്ത് എന്തോ ഇരിപ്പുണ്ട്? പാപം. ഞാൻ തമാശ പറയല്ലെന്ന് ഓർത്തണം, കാര്യമായിട്ട് പറയുക. ഞാൻ എപ്പോഴും ഇങ്ങനെ ഒബ്സർവ് ചെയ്യും. കല്യാണത്തിന് ചെല്ലുമ്പോൾ രണ്ടാമതൊരു ഐസ്ക്രീം കൂടി എടുത്ത് കഴിച്ചെങ്കിൽ ഇൻസുലിൻ എടുക്കുന്ന അച്ചാനാ. കാരണം വീട്ടിൽ കൊടുക്കത്തില്ല. പിന്നെ ഇവിടെ പോകുമ്പോഴാ ഇപ്പോൾ ഒരു വലിയ ട്രെൻഡാണ്. ഞങ്ങൾ വീട്ടിൽ വളരെ ഡയറ്റാണ്. വല്ല കല്യാണത്തിന് പോകുമ്പോൾ എന്ത് ചെയ്യത്തുള്ളൂ? കഴിക്കത്തുള്ളൂ. പക്ഷേ ഒറ്റ കല്യാണം എന്ത് ചെയ്യത്തില്ല, വിടത്തില്ല. എന്നും കല്യാണമല്ലേ. അപ്പോൾ ഇതെല്ലാം സത്യമാണ്. ഈ പോര പീസ് മട്ടൻ്റെ പീസ് മാത്രം മേടിക്കുന്നവർക്ക് കൊളസ്ട്രോൾ 500 ആയിരിക്കും. കാരണം എന്നാ ചോദിച്ചാൽ അകത്തെന്തോ കിടക്കുക? പാപം. തെറ്റ് ചെയ്യാൻ നമുക്ക് വിലക്കപ്പെട്ടത് കഴിക്കാൻ. അപ്പോൾ അതിനോടൊരു ക്രേവിങ് വരും. സത്യമല്ലേ? അതിനോട് എന്തോ ഉണ്ടാകും? ഒരു ക്രേവിങ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ നിയമം ലംഘിച്ചാൽ എന്ത് കിട്ടും? ശിക്ഷ കിട്ടും. ദൈവത്തിൻ്റെ ഒത്തിരി നിയമങ്ങളാണ്. ഈ നിയമം അപ്പോൾ ഒരാൾ പറഞ്ഞ് എനിക്ക് നിയമം അറിയത്തില്ലെന്ന് പറഞ്ഞു. നിയമം അറിയത്തില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിയമം അറിയാത്തവൻ്റെ അകത്തും ഒരു നിയമമുണ്ട്. ആ നിയമത്തിൻ്റെ പേരെന്താ? ആ നിയമത്തിൻ്റെ പേര് കോൺഷ്യസ്നസ്, മനസാക്ഷി. ഉണ്ടോ? ഉണ്ട്. ഈ പെന്തക്കോസ്ത് സമൂഹം, നമ്മുടെ സമൂഹം കുറേ കാര്യങ്ങളിൽ ആയിരുന്നു എന്ന് പറഞ്ഞാൽ അതിനും സത്യം. ഇപ്പോഴും മാറ്റമില്ല, നോക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? ലഹരി അനുവദിക്കത്തില്ല. മദ്യപാനം, സിഗരറ്റ് വലി നമ്മൾ അനുവദിക്കുമോ? ഇല്ല. അങ്ങനെയുള്ളവരോട് കർശനമായിട്ട് പറയും, അങ്ങനെയുള്ളവർ എന്തെടുക്കരുത്? തിരുമേശ എടുക്കരുതെന്ന് പറയും. എന്തുകൊണ്ടാണ്? വിശുദ്ധിയുടെ ഒരു പ്രമാണമാണ്. അത് നമ്മുടെ ഒരു നിർബന്ധമായ കാര്യമാണ്. അപ്പോൾ ഈ സമൂഹത്തിൽ വരുന്ന പലരുടെയും സാക്ഷ്യം, ഞങ്ങൾ മദ്യപാനികളായിരുന്നു, കുടിച്ച് തകർന്നപ്പോൾ ദൈവം രക്ഷിച്ചേ. നിരന്തരം വലിക്കാരായിരുന്നു. എന്നാലും വലി നിർത്തിയവരാ പലരോടും ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിർത്തിയോ? നിർത്തി. ചെയിൻ സ്മോക്കിംഗ് ആയിരുന്നു, 4 പാക്കറ്റൊക്കെ വലിക്കായിരുന്നു. ഇപ്പം ഇല്ല. കുറേ ചോദിച്ചപ്പം പറഞ്ഞു, സത്യമായിട്ട് നിർത്തിയും ചോദിച്ചപ്പം പറഞ്ഞു. പക്ഷെ നിർത്തിയും ചോദിച്ചാൽ രാവിലെ റെസ്റ്റ് റൂമിൽ പോകും, ടോയ്ലറ്റിൽ പോകുമ്പോൾ ഒരു ശക്കലം വലിക്കും. അങ്ങനെയൊന്നും ഇല്ല. പിന്നെ ഒരു 2 പുക 3 പുക മാത്രം അവിടെ പോകുമ്പോൾ. എന്തിനാ ഈ അവിടെ പോകുമ്പോൾ വലിക്കുന്നേ? ഒരു കാര്യമാണ്. ആദ്യം വലിച്ചപ്പോൾ ആരും കാണാതെ എവിടെ ഇരുന്നാണ് വലിച്ചേ? അവിടെ പോയിരുന്നാണ് വലിച്ചത്. അന്നേരം ആദ്യം കണ്ട അമ്മ കാണല്ലെന്ന് പറഞ്ഞു കൊടുത്ത ആരാ? എടാ ഇത് അമ്മ കണ്ട മോശമാണെന്ന് അവനോട് പറഞ്ഞു കൊടുത്തത് ആരാ? മനസാക്ഷി. മനസാക്ഷി ഉണ്ടോ? പക്ഷേ മനസാക്ഷിക്കൊരു പ്രശ്നമുണ്ട്. പാപങ്ങളുടെ ആവർത്തനം മനസാക്ഷിയെ നിർജീവമാക്കും. മനസാക്ഷിക്കൊരു ശബ്ദമുണ്ട്. അത് നമ്മൾ പറയും, നോട്ടോ ഇത് മോശ ചെയ്യരുത്, തെറ്റാണ്. പല പാപങ്ങളുടെ ആവർത്തനം ഈ മനസാക്ഷി അന്ന് എങ്ങാവും? നിർജീവമാവും. മനസാക്ഷി നിർജീവം. ആദ്യമൊക്കെ കത്രമേശ എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര കരഞ്ഞു കൂവിയായിരിക്കും എടുക്കുന്നത്. പിന്നെ താണ്ട് എന്തോ വേണമെങ്കിലും ചെയ്തിട്ട് വന്ന് എടുക്കുന്ന ഒരു ഇത് പറയും. എന്താ കാര്യം? ഒന്ന് സോറി പറഞ്ഞാൽ മതി. ആരോട്? ദൈവത്തോട്. പോരാ. എന്താ കാര്യം എന്നറിയാമോ? പാപങ്ങളുടെ ആവർത്തനം മനസാക്ഷി എന്താക്കും? നിർജീവമാക്കും. ഇത് ഈ ദൈവകോപത്തിൻ്റെ ശിക്ഷയ്ക്ക് വേറെ പ്രശ്നമുണ്ട്. എന്നാ ചോദിച്ചാൽ ഏത് കോടതിക്കും ശിക്ഷ മരണം വരെ ഉള്ളൂ. ഒരാളെ വിധിച്ചു, വല്ലാത്ത കൊലപാതകം അല്ല, തെറ്റാ, 40 വർഷം 30 വർഷത്തെ തടവിന് വിധിച്ചു 15 വർഷം കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി. 15 വർഷം കൂടെ ബോഡി മോർച്ചറിയിൽ ജയിലിൽ വെക്കുമോ? ഇല്ല. മരിച്ചു. എന്തോ തീർന്നു? ശിക്ഷ തീർന്നു മാത്രമല്ല, പിന്നത് മൃതദേഹമാണ്. ഡെഡ് ബോഡീസ് മസ്റ്റ് ബി ഓണേഡ്.
അത് ഓണർ ചെയ്യപ്പെടേണ്ടതാണ്. അതിനോട് പിന്നെ മരിച്ചാൽ ശിക്ഷ തീർന്നു. പക്ഷേ ദൈവകോടതിക്ക് ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ദൈവകോടതിയുടെ പ്രശ്നം, മരിച്ചാലും പൊക്കിയെടുക്കും. എന്നിട്ട് കൊണ്ട് എവിടെ നിർത്തും? നിർത്തും. ചമ്മി വരുന്നത്. ഇപ്പം ലോകം കാണാൻ പോകുന്ന ഏറ്റവും കൂട്ടച്ചമ്മലുണ്ടാകുന്ന എന്നാ? അന്ന് ഈ കർത്താവിൻ്റെ വരവെങ്കിൽ വിടപ്പെട്ടിട്ട് അന്ത്യവിധിയുടെ ഫൈനൽ ജഡ്ജ്മെൻ്റ് മുമ്പിൽ പോയി നിൽക്കേണ്ട വന്നാൽ ചമ്മി നാറും. എന്നറിയാമോ? ഈ രക്ഷിക്കപ്പെട്ട അച്ചായനും അവർ വിധിയുടെ കൂടത്തിൽ കാണും. രക്ഷിക്കപ്പെടാത്ത അമ്മമ്മ അവിടെ കാണും. അല്ല തിരിച്ച് രക്ഷിക്കപ്പെടാത്ത അച്ചായൻ അവിടെ കാണും. ഈ അച്ചായൻ്റെ സകല രഹസ്യവും സ്ക്രീനിൽ കാണും. അന്നേരം അത് പിള്ളേർ കാണും, കൊച്ചുമക്കൾ കാണും. വല്യപ്പൻ്റെ അയ്യോ സകലത് ഇങ്ങനെ വിളിച്ച് വരും. എന്നെ നാണക്കേടാ. അന്നാണ് എല്ലാവരും എന്ത് ചെയ്യാൻ പോകുന്നത്? ഈ ചമ്മൽ എന്നൊക്കെ പറയുന്നതിൻ്റെ ഒറിജിനൽ ചമ്മൽ നടക്കുന്ന അന്നാ. എല്ലാവരും ചമ്മും. കാരണം സകല രഹസ്യം ഇങ്ങനെ എന്തു ചെയ്യും? വെളിപ്പെട്ട്. ഇപ്പം ദൈവം കവർ ചെയ്യും. ദൈവം അങ്ങനെ എക്സ്പോസ് ചെയ്യുന്ന ദൈവമല്ല. ദൈവം എക്സ്പോസ് ചെയ്യുന്ന ദൈവമല്ല. ആണോ? അല്ല. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, അത് സത്യമാണ് കേട്ടോ. എൻ്റെ അനുഭവത്തിലും എൻ്റെ ശുശ്രൂഷ അനുഭവത്തിലും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഒറ്റ മനുഷ്യനെയും ദൈവം ആദ്യത്തെ പ്രാവശ്യം എക്സ്പോസ് ചെയ്യത്തില്ല. ഒരു പാവം ഇതുപോലെ പ്രത്യേകിച്ച് ഈ സ്ത്രീ വിഷയങ്ങളിലൊക്കെ ചെന്ന് കുരുങ്ങിയവരെ ഒറ്റ ഒരുത്തരും ഫസ്റ്റ് ടൈമിലല്ല എക്സ്പോസ്ഡ് ആയേക്കുന്നത്. കാരണം ദൈവം ഭയങ്കര ഗോഡ് ഓഫ് ഗ്രേസാണ്. ഒരു ചാൻസ് കൊടുത്ത്, 2 ചാൻസ് കൊടുത്ത്, 3 ചാൻസ് കൊടുത്ത്, ആ പ്രാവശ്യം എല്ലാം അവനോട് പറഞ്ഞ് അടിമേടിക്കുമേ എങ്ങനെങ്കിലുമൊക്കെ ഇത് അറിയിക്കും. പിന്നെ ആവർത്തിക്കപ്പെടുമ്പോൾ എന്ത് ചെയ്യപ്പെടും? എക്സ്പോസ്ഡ് ആവും. അതിന് മലയാളത്തിൽ നമ്മുടെ ഇപ്പം ആത്മീയരുടെ ഇടയിൽ പറയപ്പെടുന്ന ഒരു ഭാഷയുണ്ട്, പരസ്യഹോലാക്കും. ആ ഭാഷയൊക്കെ സാധാരണ പുറത്ത് പറയാത്തൊരു നമ്മുടെ ഒരു പ്രസംഗ ഭാഷയാണ്, സഭയ്ക്കകത്ത് പറയുന്നൊരു ഭാഷയാണ്. പരസ്യകോലമാകും. ഈ പരസ്യകോലമാകുന്ന ഒന്നും ഒറ്റയടിക്കാണോ? അല്ല, പാപങ്ങളുടെ ആവർത്തന. അപ്പോൾ നോക്കൂ, നന്മ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അതിന് സമ്മതിക്കാത്തൊരു പാപം എവിടെ ഇരിക്കും? അവയവത്തിരിക്കും. അതെന്തോ ചെയ്യിപ്പിച്ചു? പാപം ചെയ്യിപ്പിച്ചു. നിത്യശിക്ഷാവധിക്ക് അർഹരായി തീർന്നു. സത്യമല്ലേ? കാരണം തെറ്റ് ചെയ്യരുതെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും മനുഷ്യനെ കൊണ്ട് എന്ത് ചെയ്യിച്ചു? തെറ്റ് ചെയ്യിച്ചു. എങ്ങനെ തെറ്റ് ചെയ്തെന്നറിയാമോ? പാപം വന്നത് ആദത്തിലൂടെ. അതിങ്ങനെ തലമുറ കൈമാറി അണയാതെ നമ്മൾ എന്ത് ചെയ്യുക? സൂക്ഷിക്കുക. കൊച്ചിങ്ങനെ വിറയ്ക്കുക, ദേഷ്യപ്പെട്ട വിറയ്ക്കുമ്പം ചെല്ല് പറയത്തില്ല മരിച്ചു പോയ മാവി കയറിയതാണ്. പറഞ്ഞു കേട്ടിട്ടുണ്ടോ? മരിച്ചു പോയ മാവിയുടെ ഭൂതമാണ്. സത്യം. മാവി കാണിക്കുന്ന പോലെ കാണിക്കും. മാവിയുടെ ഒരു ലീനേജ് അവിടെ ഉണ്ട്. മരിച്ചുപോയ വല്യമ്മ പോലെ സംസാരിക്കുന്ന ഒരു പെണ്ണ് എനിക്കറിയാം. ദേഷ്യം വരുമ്പോൾ അപ്പോൾ ആൾക്കാർ പറയും ഭൂതം കയറി. അല്ല, ഇതിങ്ങനെ പാരമ്പര്യമായിട്ട് വരിക. ബ്രേക്ക് ചെയ്യപ്പെട്ടില്ല, ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പം പാപം ചെയ്താൽ എന്ത് കിട്ടും? ശിക്ഷ കിട്ടും. പക്ഷേ ദൈവകോടതിയുടെ ശിക്ഷ മരിച്ചാലും എന്ത് ചെയ്യത്തില്ല? തീരത്തില്ല. അപ്പം ശിക്ഷ കിട്ടുമെന്ന് അറിഞ്ഞിട്ടും മനുഷ്യൻ പാപം ചെയ്യാൻ തുടങ്ങി. ശിക്ഷ കിട്ടുമെന്ന് അറിഞ്ഞിട്ടും എന്ത് ചെയ്തു? അതിനൊരു കാരണം ഈ പേരൻസിൽ നിന്ന് തന്നെ വരുന്നതാണ്. എല്ലാവരുടെയും അകത്തൊരു ചെറിയ കള്ളത്തരമുണ്ട്. കൊച്ചിനോട് ചോദിച്ചു, അപ്പം എന്ത് ചെയ്യും? അപ്പം ആര് കൊണ്ടുപോയി? അപ്പം ഇവിടെ കാക്കയില്ലാത്തതുകൊണ്ട് അറിയത്തില്ല. കാക്കയുള്ള ഇപ്പം കാക്കയില്ല നാട്ടിൽ. കാരണം ഒന്നാമത്തെ കാര്യം വേസ്റ്റ് ആരും ഇടത്തില്ല. മറ്റേ തൊടിയില്ല. അടുക്കളയുടെ പുറകിലാണ് കാക്ക വരുന്നത്. കാക്ക നല്ലതാണ്. കാരണം കാക്ക ഉണ്ടല്ലോ ഈ പ്രകൃതിയിൽ എന്ത് തീരത്തുള്ളൂ? വേസ്റ്റ് തീരത്തുള്ളൂ. ഇതിനെല്ലാം ഓരോ ദൈവം ഇതെല്ലാം സർക്കിളല്ലേ? പ്രകൃതി അങ്ങനെയല്ലേ അണിയിച്ചേക്കുന്നത്. ഈ തെരുവ് പട്ടികളെ കൊല്ലണമെന്ന് പറയുമ്പോഴും തെരുവ് പട്ടി മൊത്തം കൂടെ കൊല്ലപ്പെട്ട ഇന്ത്യയിലൊരു പ്രശ്നം ഉണ്ടാവും. എലി വീടും. നാട്ടിലെ എലിയെ മുഴുവൻ കൊല്ലുന്ന ആരാ? പട്ടികളാണ്. ഈ ഈ തെരുവ് പട്ടികളാണ് ഈ ഹോട്ടലിൻ്റെ അവിടുത്തെ എലിയെല്ലാം പിടിക്കുന്നത്. അങ്ങനെയാണ് ഗുജറാത്തി തെരുവ് പട്ടികളെ എല്ലാം കൊന്നു കഴിഞ്ഞപ്പോഴാണ് പ്ലേഗ് ഉണ്ടായെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെല്ലാം ബാലൻസ്ഡ് ആയിട്ടുള്ള ഓരോ സൈഡാണ്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, ഇത് നന്മ ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പാരമ്പര്യമായിട്ട് വരുന്നുണ്ട്. കൊച്ചൻ ഒരു കള്ള സ്വഭാവം എല്ലാവരുടെയും അകത്തുണ്ട്. അത് പറഞ്ഞ കള്ളം. ഒരു കുഞ്ഞ് സ്കൂളിൽ നിന്ന് പേന മുട്ടിക്കുക, ഭയങ്കര സങ്കടമായി. ടീച്ചേഴ്സിൻ്റെ അടുക്ക പരാതി എന്നും മറ്റു പേരൻസ് പറഞ്ഞ് ഞങ്ങൾ ഇന്നും പേന മേടിച്ചു വിടുക, കാണുന്നില്ല. അവസാനം പൊക്കിയത് ഇവനെയാ, പേന മുട്ടിക്കുക. അവൻ്റെ അപ്പനെ വരുത്തി. പുള്ളി വലിയൊരു ഉദ്യോഗസ്ഥനാണ്, മാന്യനാണ്. വരുത്തിയപ്പോൾ സാറന്മാർ വഴക്ക് പറഞ്ഞപ്പോൾ ചമ്മി ഇറങ്ങി വന്നപ്പോൾ ഇവനിങ്ങനെ നിൽക്കുക. ഇവനോട് അപ്പൻ ചോദിച്ചു, തന്തയെ പറയിപ്പിച്ച് എന്തിനാണ് നീ എന്ത് മോശം കാണിച്ചേ? നിനക്ക് എത്ര പേന വേണേലും എന്നോട് പറഞ്ഞാൽ ഞാൻ ഓഫീസിൽ നിന്ന് അടിച്ചുകൊണ്ട് വരത്തില്ലായിരുന്നു. അപ്പം
മോൻ എവിടെ നിന്ന് അടിച്ചു മാറ്റി? സ്കൂളിൽ നിന്ന്. അച്ഛൻ എവിടെ നിന്ന് അടിച്ചു മാറ്റി? ഓഫീസ്. യഥാ പിത തഥാ പുത്ര യഥാ മാതാ തഥാ പ്രജ യഥാ മാതാ തഥാ പുത്രി. അതുകൊണ്ടാണ് ഈ കെട്ടിച്ച് വിട്ട് കഴിയുമ്പം ഇവളുമാർ ഭയങ്കര വഴക്കുണ്ടാക്കുമ്പം പാവം ചെറുക്കന്മാർ പറയും, പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ അമ്മയെ പറഞ്ഞാൽ മതി. ഈ അമ്മ കാണിച്ച സകല കാര്യം ആര് കാണിക്കും? മോള് കാണിക്കും. പറയണ്ട, സത്യമാണ്. യഥാ മാതാ തഥാ പുത്രി. മറ്റൊരു ചൊല്ലുണ്ട്, യഥാ രാജ തഥാ പ്രജ. ഞാൻ ഇച്ചിരൂടെ കൂട്ടി പറയും, യഥാ പാസ്റ്റർ തഥാ വിശ്വാസി. ഒരു തെളിവ് പറയാം. കത്തോലിക്ക സഭയിൽ പോയി ഇന്നോ, മർത്തോമ സഭ, യാക്കോബ സഭയിൽ പോയി ഇന്നോ പ്രാർത്ഥിക്കുമ്പോൾ ആടുവോ? ഇല്ല. പക്ഷെ പല പെന്തക്കോസ്ത് സഭയിലും വിശ്വാസികൾ പ്രാർത്ഥിക്കുമ്പോൾ എന്തു ചെയ്യും? സ്തോത്രം സ്തോത്രം ആടും. എന്തുകൊണ്ടാണ്? സ്റ്റേജിൽ ഇരുന്നുകൊണ്ട് ഒരാൾ എന്തു ചെയ്യും? ആടും. ആടുന്ന പാസ്റ്ററുടെ വിശ്വാസി എന്തു ചെയ്യും? യഥാ പാസ്റ്റർ തഥാ വിശ്വാസി.